രുദ്രാർദ്ര പ്രണയം ഭാഗം 18. ആയുഷ് ഇപ്പോൾ അങ്ങനെ ആരോടും കൂടുതൽ സംസാരിക്കാറില്ല. പക്ഷെ പത്മനാഭവർമ്മയോട് ഇപ്പോഴും അവൻ പഴയ പോലെ തന്നെയാണ്. ദേവർമഠത്തിലേക്കുള്ള അവന്റെ പോക്ക് തീരെ ഇല്ലാതായിരിക്കുന്നു. പാറു അവനോട് കൂടുതൽ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവൻ അതിന് നിന്ന് കൊടുക്കാറില്ല. അവന്റെ ഈ മാറ്റം എല്ലാവർക്കും മനസ്സിലായിരുന്നു. പക്ഷെ അതിന്റെ കാരണം മാത്രം ആർക്കും അറിയില്ലായിരുന്നു. ബെന്നി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അവനും ഗൈനക്കോളജിസ്റ്റാണ്. ബെന്നി മിക്ക ദിവസങ്ങളിലും ആർദ്രയെ ഫോൺ വിളിക്കാറുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെ ഒപ്പം ചിരിച്ചു കളിച്ച് സംസാരിക്കുമ്പോഴും ആർദ്രയുടെ മനസ്സിൽ മുഴുവൻ ആയുഷിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവന്റെ മൗനം അവളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് കാരണം അറിയാതെ അവൾ ആകെ തളർന്നു പോയിരുന്നു. ആയുഷിനെ മനസ്സിൽ നിറച്ച് ആരും അറിയാതെ പ്രണയിച്ചു നടന്ന ആ കൊച്ചുകുട്ടിക്ക് വർഷങ്ങൾക്ക് ഇപ്പുറവും അവനോടുള്ള പ്രണയം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ അത് ആരോടും പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരിൽ നിന്നും കേൾക്കുന്ന പാറുവിന്റെ ആയുഷിന്റെയും തമ്മിലുള്ള വിവാഹക്കാര്യം അവനോടുള്ള അവളുടെ പ്രണയത്തെ തുറന്നു പറയുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. പാറു ആയുഷും തമ്മിൽ കോളേജിൽ വെച്ചുള്ള അടുപ്പക്കൂടുതൽ ബെന്നി പറഞ്ഞ് ആദ്യം അവൾ കാര്യമാക്കിയിരുന്നില്ലെങ്കിലും ഇരു വീടുകളിലെയുമുള്ള അവന്റെ വിളി കുറഞ്ഞതോടെ അവൾക്കും ആ കാര്യത്തിൽ ചെറിയ സംശയം തോന്നി തുടങ്ങിയിരുന്നു. ആർദ്രയും പാറുവും ഒരുപോലെയാണ് അവനെ എന്ന് എത്രയൊക്കെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചാലും തന്നെക്കാൾ കൂടുതൽ അവൻ പാറുവിനെ സ്നേഹിക്കുന്നത് പോലെ അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആർദ്രയ്ക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകണമെന്ന് അവൾ എല്ലാവരോടും ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞതിന് കാരണം ആയിഷ അവൾക്ക് അന്ന് പകർന്നു നൽകിയ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അന്ന് ആദ്യമായി അവളോട് നിനക്കിഷ്ടമുള്ളത് പഠിച്ചോ എന്ന് പറഞ്ഞത് കാർത്തികേയനായിരുന്നു. അവൾക്ക് ആദ്യം ഒരു ഞെട്ടൽ തോന്നിയെങ്കിലും ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾക്കിടയിൽ തന്നെ വാത്സല്യത്തോടെ നോക്കുന്ന ആ കണ്ണുകളെ അവൾ കണ്ടിട്ടുള്ളതാണ്. മറുപടിയായി അയാളോടൊന്നും മൂളിയതല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല. ഉള്ളിൽ അത്രമേൽ വേദന തന്നിട്ടുള്ള ആളോട് പുഞ്ചിരിച്ച് സംസാരിക്കാനും അയാളോടുള്ള ദേഷ്യം മാറാനും തനിക്ക് സമയം വേണമെന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവൾ നഴ്സിംഗ് പഠിക്കാൻ പോയി. വർഷങ്ങൾക്കിപ്പുറം ഒരേ ഹോസ്പിറ്റലിൽ 3 പേരും വർക്ക് ചെയ്യുമ്പോഴും 3 പേരും 3 ദിക്കുകളിലാണ് എന്ന് ആർദ്ര തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും അവൻ കാണാതെ അവനെ പ്രണയിച്ചുകൊണ്ടിരുന്നു. ഒട്ടും കുറയാതെ ഹൃദയത്തിൽ അവനായി ഒരുക്കിയ ഇടത്തിൽ പ്രണയം നിറച്ചുകൊണ്ട്. പക്ഷെ അതിനിടയിൽ കുടുംബങ്ങളോട് മൊത്തത്തിലുള്ള അവന്റെ അകൽച്ച എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം. ആ ദേഷ്യം മറ്റാരെക്കാളും കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് ആർദ്ര തന്നെയായിരുന്നു. ഒരു ചെറിയ മിസ്റ്റേക്കിന് പോലും അവൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഉള്ളിലെ സങ്കടം കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകുന്നത് കാണുമ്പോൾ അവൻ അസ്വസ്ഥതയോടെ അവളിൽ നിന്നും മുഖം തിരിക്കുന്നത് അവൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മനു ഇപ്പോ അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു അധ്യാപകനാണ്. ദേവർമഠത്തിന്റെ സ്വന്തം കോളേജിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അവനും ആയുഷും തമ്മിൽ സംസാരമുണ്ടെങ്കിലും ജോലിയിലെ തിരക്കുകൾ മൂലം ഇരുവരും അവരുടേതായ ലോകത്തായിരുന്നു. പക്ഷെ അപ്പോഴും മനു ആർദ്രയും പാറുവിനെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. പഠനം കഴിഞ്ഞ് വന്ന ശേഷം ആയുഷ് ആകെ 2-3 തവണ മാത്രമേ ദേവർമഠത്തിലേക്ക് വന്നിട്ടുള്ളൂ. അതിനുശേഷം വിശേഷ ദിവസങ്ങളിൽ പോലും അവൻ അങ്ങോട്ട് വരാറില്ല. കുടുംബങ്ങളെല്ലാം ഒത്തുചേർന്നാലും അതിൽ നിന്നെല്ലാം അവൻ പൂർണ്ണമായും ഒഴിഞ്ഞു നിന്നിരുന്നു. ഇന്ന് ദേവർമഠത്തിലെ കാർത്തികേയന്റെയും പത്മിനിയുടെയും വിവാഹ വാർഷികമാണ്. മക്കളും മരുമക്കളും കൂടി അത് ഗംഭീരമായി ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാർത്തികേയന് അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് മുന്നിൽ അയാൾക്കും തോറ്റുകൊടുക്കേണ്ടതായി വന്നു. അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ച് വലിയൊരു ഫംഗ്ഷൻ തന്നെയാണ് ഇന്ന് ദേവർമഠത്തിൽ നടക്കുന്നത്. കൈലാസത്തിൽ നിന്നും പത്മനാഭനൊഴികെ ബാക്കി എല്ലാവരും ഫംഗ്ഷന് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ അയാൾ വിശ്രമത്തിലാണ്. അധികം യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ സുലോചനയുടെ ശുശ്രൂഷയിലാണ് അയാളിപ്പോൾ. രാമദാസിന്റെ വീട്ടിലാണ് ഇപ്പോൾ പത്മനാഭൻ താമസിക്കുന്നത്. 2 മക്കളുടെയും കൂടെ മാറി മാറി സന്തോഷത്തോടെ തന്നെയാണ് അയാളും ഭാര്യയും കഴിയുന്നത്. 2 മക്കൾക്കും അവരുടെ മാതാപിതാക്കളോട് സ്നേഹമായിരുന്നതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ മാത്രമായി അയാൾ ഒതുങ്ങിക്കൂടുമ്പോഴുള്ള മക്കളുടെ സങ്കടം ഓർത്താണ് അയാളും ഭാര്യയും കൈലാസത്തിലും ഋഷിഭവനിലും മാറി മാറി താമസിക്കുന്നത്. രാമദാസും അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്രയും മകൻ ഋഷിയും സേതുവിന്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. ആകെ മൊത്തം സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന ദിവസം. ദാസും മല്ലികയും ഒരുപാട് നിർബന്ധിച്ച് ആയുഷിനെയും ഇന്നത്തെ പരിപാടിക്ക് കൂടെ കൂട്ടിയിട്ടുണ്ട്. താല്പര്യമില്ലാതെ വന്നതുകൊണ്ട് തന്നെ അവന്റെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. പക്ഷെ ആരോടും ഒന്നും പറയാതെ അവൻ ഒരു ഭാഗത്തായി ഒതുങ്ങിക്കൂടി. അവന്റെ ഒപ്പം തന്നെ മനുവും പാറുവും വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുപാട് സംസാരിച്ചു. പഴയതുപോലെ ഒരുപാട് അടുത്തു.
പക്ഷെ അപ്പോഴും ആയുഷിന്റെ കണ്ണുകൾ ചുറ്റും ആർക്കോ വേണ്ടി അലിയുന്നത് മനുവും പാറുവും കാണുന്നുണ്ടായിരുന്നു. എന്താടാ, നീ ആരെയും തിരയുന്നേ? മനു സംശയത്തോടെ ചോദിച്ചു. ഏയ്, ആരുമില്ലടാ. ഞാൻ ഞാൻ വെറുതെ. അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. മനു തല ഉലുക്കി. പാറു പക്ഷേ നല്ല സന്തോഷത്തിലായിരുന്നു. പരസ്പരമുള്ള തങ്ങളുടെ അകൽച്ച എല്ലാ അർത്ഥത്തിലും മാറിയതുപോലെ അവൾക്ക് തോന്നി. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ അവന്റെ അകൽച്ച അവളിലും നോവ് തീർത്തിരുന്നു. അവൾ സന്തോഷത്തോടെ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. ആയുഷ് സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി. അത് കണ്ടുനിന്ന കാർത്തികേയന്റെയും സേതുവിന്റെയും മാധവിയുടെയും കണ്ണുകൾ തിളങ്ങി. പക്ഷേ അകത്തുനിന്ന് തന്റെ പ്രിയപ്പെട്ടവനെ മാത്രം നോക്കി നിന്നിരുന്ന അവളുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞിരുന്നു. അവളുടെ നോട്ടം മുഴുവൻ പാറു ചുറ്റിപ്പിടിച്ച ആയുഷിന്റെ കയ്യിലും അവന്റെ തോളിലേക്ക് ചാരിയിരിക്കുന്ന പാറുവിന്റെ മുഖത്തെ സന്തോഷത്തിലേക്കുമായിരുന്നു. ഉള്ളിൽ തിങ്ങി നിറയുന്ന സങ്കടം പുറത്തു കാണിക്കാതെ അവൾ എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. മനുവിനെ മഹാദേവൻ അന്വേഷിക്കുന്നുവെന്ന് പറയാൻ പുറത്തേക്ക് വന്നതാണ് ആർദ്ര. പാറു, ആയുഷും മനു, ഋഷിയും കൂടി അവിടെ സംസാരത്തിലാണ്. കൂട്ടത്തിലെ ചെറിയ ആളാണ് ഋഷി. എങ്ങനെയാണ് അങ്ങോട്ട് ചെന്ന് അവനെ വിളിക്കുക എന്നോർക്കവേ ആർദ്രയ്ക്ക് ആകെ വല്ലായ്മ തോന്നി. ഹോസ്പിറ്റലിൽ പോലും എന്തെങ്കിലും ആവശ്യത്തിന് ഗൗരവത്തോടെ മാത്രം തന്നോട് സംസാരിക്കുന്ന ആയുഷിനെ അവൾ ഒന്ന് നോക്കി. അവന്റെ നോട്ടവും തന്നിലാണെന്ന് കാണവേ അവളൊരു പിടച്ചിലോടെ അവനിൽ നിന്നും മുഖം മാറ്റി മനുവിനടുത്തേക്ക് പോയി നിന്നു. ഏട്ടാ, അവൾ വിളിച്ചു. എന്താടാ? മനു പുഞ്ചിരിയോടെ ചോദിച്ചു. ഏട്ടാ, അച്ഛൻ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവൾ പറഞ്ഞു. ആണോ? ഇതാ വരുന്നു. ആയുഷ്, പാറു, ഋഷി, ഞാനിപ്പോൾ വരാട്ടോ. അച്ഛൻ എന്തിനാ വിളിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്നും എഴുന്നേറ്റു. ആയുഷ് തലകുലുക്കിക്കൊണ്ട് ആർദ്രയെ നോക്കി. പക്ഷെ അവൾ തല താഴ്ത്തി നിൽക്കുകയാണ്. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവളിൽ നിന്നും നോട്ടം മാറ്റി. മനു അകത്തേക്ക് പോയി. ആരു? അവന്റെ പുറകെ പോവാൻ നിന്ന ആർദ്രയെ പാറു പുറകിൽ നിന്നും വിളിച്ചു. ആർദ്ര തിരിഞ്ഞു നോക്കി. ഇവിടെ വന്ന് ഇരിക്കു പെണ്ണേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാലോ. ഞാൻ നിന്നോട് സോറി പറഞ്ഞിട്ട് എത്ര കാലായടി. ഇപ്പോഴും നിനക്കെന്നോട് ദേഷ്യമാണോ ആരു? അവൾ ഇടർച്ചയോടെ ചോദിച്ചു. പക്ഷേ ആ സമയം ആയുഷിന്റെ നോട്ടം മുഴുവൻ ആർദ്രയിലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ അസ്വസ്ഥതയോടെ നോക്കി. വാ രുചി, ഇവിടെ വന്നിരിക്കെ. ഋഷി അവളെ പുഞ്ചിരിയോടെ വിളിച്ചു. ആർദ്ര അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പാറുവിലേക്ക് നോട്ടമേതു. അവളുടെ മറുപടി കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് പാറു. ആരു? അവൾ വീണ്ടും വിളിച്ചു. നിന്നെ എനിക്കിഷ്ടമായിരുന്നു പാറു. പാറുവായിട്ടല്ല, എൻ്റെ ചേച്ചി തന്നെയായിരുന്നു നീ. അങ്ങനെ കണ്ടിട്ടുള്ളൂ, അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചതിൻ്റെ ഒരിത്തിരി സ്നേഹമെങ്കിലും നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് എന്നോട് ഇങ്ങനെ യാചിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു പാറു. ആർദ്രയുടെ വാക്കുകളിൽ പുച്ഛമായിരുന്നു. പാറു കണ്ണു നിറച്ചുകൊണ്ട് അവളെ നോക്കി. പക്ഷെ ആയുഷിന്റെ കണ്ണിൽ അത്ഭുതമായിരുന്നു അവളുടെ സംസാരം കേട്ട്. എന്നോ ആഗ്രഹിച്ചതാണ് ഇതുപോലെ അവള് പീലിയോടെല്ലാം തുറന്ന് സംസാരിക്കുന്ന നിമിഷത്തിനായി, അവളുടെ ഉള്ളിലെ വേദനകൾ ഇറക്കി വെക്കുന്ന ദിവസത്തിനായി. ആ നിമിഷമാണിന്ന്. ആയുഷ് ആകാംക്ഷയോടെ ആർദ്രയെ നോക്കിയിരുന്നു. ആരു? പാറു എഴുന്നേറ്റ് നിന്ന് അവൾക്കടുത്തേക്ക് നടക്കാനൊരുങ്ങി. വേണ്ട പാറു, നീ എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹിച്ച സമയത്ത് കിട്ടാതെ പോയ നിന്റെ സ്നേഹവും വാത്സല്യവും എനിക്ക് ഇന്നും വേണ്ട. നീ കാരണം ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ആ വേദനയിൽ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട്. നീയായി എനിക്കെന്ന മുറിവുകൾക്ക് എന്നെങ്കിലും നിനക്ക് മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞാ അന്ന് ആർദ്ര നിന്നോട് ക്ഷമിക്കും. അന്നേ ക്ഷമിക്കൂ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് ആയുഷിനെ നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൾ തിരിഞ്ഞു നടന്നു. ആയുഷ് അവൾ പോകുന്നത് നോക്കിയൊന്ന് നിശ്വസിച്ച് മുഖം പൊത്തി പൊട്ടിക്കരയുന്ന പാറുവിനെ നോക്കി. ഋഷി എഴുന്നേറ്റ് ചെന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ തന്നെ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്ന് ആയുഷിന് ഉറപ്പായിരുന്നു. കാരണം ആർദ്ര അനുഭവിച്ച വേദനകൾ അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു. അവൻ പെട്ടെന്ന് അവരിൽ നിന്ന് മാറി പുറത്തേക്ക് നടന്നു. കുറച്ചു സമയം തനിച്ചു നിൽക്കണം, അല്ലാതെ കഴിയില്ല എന്നെ കൊണ്ട്. അവനിൽ നിന്ന് ഒരു നെടുവീർപ്പുയർന്നു. കാർത്തികേയന്റെയും പത്മിനിയുടെയും വിവാഹ വാർഷികം എല്ലാവരും ചേർന്ന് ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷണിച്ച അതിഥികളെല്ലാം തിരികെ പോയിരുന്നു. ഇപ്പോൾ ദേവർമഠത്തിൽ ദാസിന്റെ കുടുംബവും കൈലാസത്തിലെ ആളുകളും മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടി സിറ്റ് ഔട്ടിലായി ഒത്തുകൂടി ഓരോ ചർച്ചകളിലാണ്. ആർദ്ര മനുവിന്റെ തോളിൽ ചാരിയിരുന്ന് നേരെ അപ്പുറത്തെ ഭാഗത്തായി തനിച്ചിരിക്കുന്ന ആയുഷിനെ നോക്കുകയാണ്. അവന്റെ നോട്ടം മുഴുവൻ ഫോണിലാണ്. മുഖത്താണെങ്കിൽ ഗൗരവവും. ആർദ്ര മാധവിയുടെ അടുത്തായിട്ടിരിക്കുന്ന പാറുവിനൊന്ന് നോക്കി. എന്താണ് അവർ രുദ്രേട്ടൻ്റെ അടുത്ത് പോയി ഒട്ടിയിരിക്കാത്ത ഈ പശ? അല്ലെങ്കിൽ എപ്പോഴും അങ്ങേരുടെ നെഞ്ചത്താവൂല ഇവള്?
മനുവിന്റെ തോളിൽ ചാഞ്ഞിരിക്കുമ്പോഴും പാറുവിനെ കൂർപ്പിച്ചു നോക്കി അവൾ മനസ്സിൽ പിറുപിറുത്തു. വീണ്ടും കണ്ണുകൾ ആയുഷിലേക്ക് തന്നെ നീളവേ അവള് കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ അവനിൽ മാത്രം ദൃഷ്ടിയൂന്നി ചുണ്ടിലൊരു പുഞ്ചിരിയോടെ അവനെ മാത്രം നോക്കിയിരുന്നു. എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആർദ്രയുടെ നോട്ടത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് അവിടെ കാർത്തികേയന്റെ ശബ്ദം മുഴങ്ങി. എല്ലാവരുടെയും നോട്ടം അയാളിലേക്ക് പോയി. കാര്യം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പത്മിനിയുടെയും ദാസിന്റെയും മല്ലികയുടെയും സേതുവിന്റെയും മാധവിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. എന്താ അച്ഛാ, എന്താ കാര്യം? മഹിയാണത് ചോദിച്ചത്. എല്ലാവരിലും കാര്യം എന്താണെന്നറിയാനുള്ള ആകാംക്ഷ. കാർത്തികേയൻ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അയാളുടെ പുഞ്ചിരി ഏറ്റവും അവസാനം ചെന്ന് നിന്നത് ആയുഷിലായിരുന്നു. അത് കണ്ട് ആയുഷിന്റെ നെറ്റി ചുളിഞ്ഞു. ആയുഷ്, ഇങ്ങോട്ടൊന്ന് വന്നേ മോനെ. അയാൾ സ്നേഹത്തോടെ അവനെ വിളിച്ചു. ആയുഷിന് അയാളുടെ സ്നേഹത്തോടെയുള്ള വിളി കേട്ട് ദേഷ്യം വന്നെങ്കിലും അവൻ ഗൗരവത്തോടെ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ആർദ്രയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നുപോയി. കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് കേൾക്കാൻ പോകുന്നത് പോലെ അവളിൽ അസ്വസ്ഥത നിറഞ്ഞു. അവൾ കാർത്തികേയന്റെ നിറഞ്ഞ ചിരിയിലേക്ക് പേടിയോടെ നോക്കി. കാർത്തികേയന്റെ നോട്ടം പാറുവിലേക്ക് എത്തി നിന്നു. അവൾ അയാളെ നോക്കി നേർമയായി പുഞ്ചിരിച്ചു. മുത്തശ്ശന്റെ മോള് ഒന്നിങ്ങോട്ട് വന്നേടാ, അയാൾ വാത്സല്യത്തോടെ അവളോടായി പറഞ്ഞു. അവൾ നിറഞ്ഞ ചിരിയോടെ അയാളുടെ വലതുവശത്തേക്ക് പോയി നിന്നു. കാർത്തികേയൻ ചെയറിൽ നിന്നും എഴുന്നേറ്റു. ബാക്കിയുള്ളവരും അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയിലാണ്. ദാസ് മല്ലികയെ നോക്കി പുഞ്ചിരിച്ചു. മല്ലിക സന്തോഷത്തോടെ തലയാട്ടി. കാർത്തികേയൻ പെട്ടെന്ന് പാറുവിന്റെ വലത് കൈ എടുത്ത് ആയുഷിന്റെ കയ്യിലേക്ക് വെച്ച് ഇരുവരുടെയും കൈകൾ കൂട്ടി പൊതിഞ്ഞു പിടിച്ചു. ആയുഷ് പകപ്പോടെ അയാളെ നോക്കി. ആർദ്രയുടെ ശ്വാസം നിലച്ചുപോയി. ഹൃദയം വേദനിക്കുന്നു. പക്ഷേ എന്തിന്? അതെ, ഞാനിപ്പോ അത്രമേൽ വേദനിക്കുന്ന എന്തോ ഒരു കാര്യം കേൾക്കാൻ പോകുന്നു. അവളുടെ ഉള്ളിൽ നിന്നും ആരോ വേദനയോടെ പുലമ്പി. കണ്ണുകൾ കലങ്ങുന്നു. കാർത്തികേയൻ സേതുവിനെയും ദാസിനെയും നോക്കി. അവർ പറഞ്ഞോളൂ എന്ന പോലെ തലയനക്കി. കാർത്തികേയൻ മൂളിക്കൊണ്ട് പറയാൻ തുടങ്ങി. എല്ലാവരുടെ ഉള്ളില് വർഷങ്ങൾക്ക് മുന്നേ തന്നെയുള്ളൊരു ആഗ്രഹമായിരുന്നു പാറുവിന്റെ ആയുഷിന്റെ വിവാഹം. പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുന്നത് വരെയുള്ളൊരു സാവകാശമായിരുന്നു ഇത്രയും കാലം. ഇപ്പോ രണ്ടാളും ഡോക്ടർമാരാ. അതുകൊണ്ട് ഇനി കാത്തിരിക്കേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞതും പാറു അയാളെ ഉറ്റുനോക്കി. പക്ഷെ ആയുഷ് പകപ്പോടെയാണ് അയാളെ നോക്കിയത്. അയാൾ പുഞ്ചിരിച്ചു. ഇനി വരുന്ന ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഈ നിൽക്കുന്ന രുദ്രായുഷ് വർമ്മയും പാർവണയും തമ്മിലുള്ള വിവാഹം നടത്താൻ ഇരു കുടുംബങ്ങളും തീരുമാനിച്ചിരിക്കുന്നു. രണ്ടാൾക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല എന്നറിയാം. കാരണം നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള സ്നേഹം ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് എൻ്റെ രണ്ട് കൊച്ചുമക്കളെയും ഈ സന്തോഷ വാർത്ത നിറഞ്ഞ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. കാർത്തികേയൻ പറഞ്ഞു നിർത്തി. പാറു വിശ്വാസം വരാതെ കാർത്തികേയനെ നോക്കി. പക്ഷെ അയാളുടെ ചുണ്ടിൽ നിറഞ്ഞ സന്തോഷം. അവൾ ആയുഷിനെ നോക്കി. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. ഇടതുകൈ ദേഷ്യത്താൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അവൻ ആർദ്രയെ നോക്കി. അവൾ തലതാഴ്ത്തി നിൽക്കുകയാണ്. അവൻ ആരെയും നോക്കാതെ കാർത്തികേയനിൽ നിന്നും അവന്റെ കൈകൾ വലിച്ചെടുത്ത് കുടഞ്ഞുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് പാഞ്ഞു. എല്ലാവരും അവന്റെ പോക്ക് കണ്ട് ഞെട്ടലോടെ നിന്നു. പക്ഷെ അപ്പോഴും ഹൃദയം പൊട്ടിത്തകർന്ന വേദനയിൽ ഒരുവൾ അവിടെ തലതാഴ്ത്തി നിന്ന് ഉള്ളിൽ അലറിക്കരയുകയായിരുന്നു. തുടരും.